ദൈവത്തിൻ്റെ വിലയേറിയ നാമം എന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും വരുന്നവനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിലുള്ളതായ സ്നേഹവന്ദനം എല്ലാവർക്കും അറിയിച്ചു കൊള്ളുന്നു. വീണ്ടും ഈ പ്രഭാതത്തിങ്കൽ ഇപ്രകാരം നമുക്ക് ഈ പ്രഭാത ധ്യാന ചിന്തയോടുള്ള ബന്ധത്തിലായിരിക്കാൻ കർത്താവ് സഹായിച്ചതോർത്ത് വലിയവനായ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവത്തിൻ്റെ അളവറ്റ കൃപയാൽ ഈ കഴിഞ്ഞ ഏകദേശം ഒരു വർഷമായിട്ട് നമുക്ക് ഉൽപ്പത്തി പുസ്തകത്തിൽ നിന്ന് ചില കാര്യങ്ങൾ ചിന്തിക്കുവാൻ ധ്യാനിക്കുവാൻ ഇടയാക്കി. ഇന്ന് ഏകദേശം അതിൻ്റെ അവസാന സമയത്തേക്ക് നാം എത്തിയിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ നാം ഉൽപ്പത്തി പുസ്തകം 50-ാം അധ്യായമാണ് ചിന്തിച്ചുകൊണ്ടിരുന്നത്. അതിൻ്റെ 23-ാമത്തെ വാക്യം വരെ കഴിഞ്ഞ ദിവസം നാം ചിന്തിച്ചു. ഇന്ന് 24 തൊട്ടുള്ളതായ വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ, അനന്തരം ജോസഫ് തൻ്റെ സഹോദരന്മാരോട്, ഞാൻ മരിക്കുന്നു. ജോസഫ് മരിക്കുവാനായിട്ട് പോവുകയാണ്. തൻ്റെ 110 സംവത്സരം പൂർത്തീകരിച്ചു. ദൈവം കൊടുത്ത ആയുസ് തീർന്നു. തൻ്റെ സഹോദരന്മാരോട് പറയുകയാണ്, ഞാൻ മരിക്കുവാനായിട്ട് പോകുകയാണ്. പലർക്കും നമുക്കറിയാം, മരണസമയം അടുക്കുന്നതായ സമയത്ത് ദൈവമക്കൾക്ക് പ്രത്യേകം ഒരറിവ് കിട്ടും. പല മരണത്തിന് മുമ്പ് ഞാൻ കേട്ടിട്ടുണ്ട് ഇങ്ങനെയുള്ളതായ ദൈവദാസന്മാർ അല്ലെങ്കിൽ നമ്മുടെ പിതാക്കന്മാരൊക്കെ പറയുന്ന കാര്യം. എന്നാൽ ദൈവം നിങ്ങളെ സന്ദർശിക്കും. ദൈവം നിങ്ങളെ സന്ദർശിക്കും. ഇവിടെ നിങ്ങൾ എന്നേക്കും വസിക്കേണ്ടവരല്ല. ദൈവത്തിൻ്റെ ഒരു സന്ദർശനം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകും. പ്രിയ വിശ്വാസികളെ, ഇന്നും നാം തൽക്കാലത്തേക്ക് ഈ ഭൂമിയിൽ വസിക്കുന്നു. എന്നാൽ ദൈവം നമ്മെ ഒരിക്കൽ സന്ദർശിക്കുവാനായിട്ട് പോകുകയാണ്. നമ്മുടെ കഷ്ടങ്ങളും പ്രയാസങ്ങളും, ജോസഫ് പറയുന്ന മിസ്രൈമിൽ ജീവിക്കുമ്പോൾ കഷ്ടങ്ങളുണ്ട്, പ്രയാസങ്ങളുണ്ട്, തൻ്റെ സമയത്തില്ലായിരുന്നു എങ്കിലും ഉണ്ടാകുവാനായിട്ടൊക്കെ പോകും. ആ സമയത്തും ആ കഷ്ടതയുടെ മധ്യത്തിൽ ദൈവം നിങ്ങളെ സന്ദർശിക്കും. പ്രിയ വിശ്വാസികളെ, ഈ ഭൂമിയിൽ കഷ്ടം കൂടിയിരിക്കുന്നതായ സമയത്ത് ദൈവമക്കളെ വിടുവിക്കുവാൻ തക്കോണം കർത്താവ് വീണ്ടും വന്ന് നമ്മെ ചേർക്കും എന്നുള്ള ഒരു പ്രത്യാശ ഇവിടെ പറയുകയാണ്. ഈ ദേശത്ത് നിന്ന് താൻ അബ്രഹാമിനോടും ഇസ്ഹാക്കിനോടും യാക്കോബിനോടും സത്യം ചെയ്ത ദേശത്തേക്ക് കൊണ്ടുപോവുകയും ചെയ്യുമെന്ന് പറഞ്ഞു. ഒരു വാഗ്ദത്ത നാടുണ്ട്, ഒരു പ്രോമിസ്ഡ് ലാൻഡ് നമ്മുടെ മുമ്പിൽ കർത്താവ് ഒരുക്കിയിരിക്കുകയാണ്. അപ്പോൾ ആ പ്രോമിസ്ഡ് ലാൻഡിലാണ് നമുക്ക് പോകുവാൻ കർത്താവ് സഹായിക്കുന്നത്. പ്രിയ വിശ്വാസികളെ, നമുക്ക് അങ്ങനെയുള്ളതായൊരു പ്രത്യാശ കർത്താവ് തന്നിട്ടുള്ളത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. എന്നാൽ ദൈവം നിങ്ങളെ സന്ദർശിക്കും. ആ സമയത്ത് ദൈവത്തിൻ്റെ സന്ദർശനം നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ദൈവത്തിൻ്റെ ആ നിയമം, ദൈവത്തിൻ്റെ ഉടമ്പടി, അബ്രഹാമിനോടും ഇസ്ഹാക്കിനോടും യാക്കോബിനോടും ചെയ്ത ആ ഉടമ്പടി മുഖാന്തരമായിട്ട് അവരെ വീണ്ടും ആ കനാൻ ദേശത്തേക്ക് കൊണ്ടുപോകും. നമ്മുടെ കർത്താവ് നമുക്ക് വലിയൊരു ഉടമ്പടി ചെയ്തിട്ടാണ് പോയിരിക്കുന്നത്. യോഹന്നാൻ്റെ സുവിശേഷം 14-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ളതായ വാക്യങ്ങളിൽ അവൻ നമുക്ക് സ്ഥലം ഒരുക്കുവാൻ പോയിരിക്കുന്നു. സ്ഥലം ഒരുക്കി കഴിഞ്ഞതിന് ശേഷം നമ്മളെ ചേർക്കുവാൻ വീണ്ടും വരും. ആ ഒരു കാര്യമാണ് ഇവിടെ പറയുന്നത്. വീണ്ടും 25-ാമത്തെ വാക്യത്തിൽ കാണുന്നത്, ദൈവം നിങ്ങളെ സന്ദർശിക്കുമ്പോൾ, വീണ്ടും പറയുകയാണ്, നിങ്ങളെ വീണ്ടും സന്ദർശിക്കും. നിങ്ങൾ എൻ്റെ അസ്ഥികളെ ഇവിടെ നിന്ന് കൊണ്ടുപോകണമെന്ന് പറഞ്ഞു. ജോസഫ് ഇസ്രായേൽ മക്കളെയും കൊണ്ട് സത്യം ചെയ്യിച്ചു. എൻ്റെ അസ്ഥികളെ കൂടെ കൊണ്ടുപോകണം. അതിനുശേഷം 26-ാമത്തെ വാക്യത്തിൽ അവസാനത്തെ നാം കാണുന്നത്, അവന് സുഗന്ധവർഗമൊക്കെ ഇട്ട് മിസ്രൈമിൽ അവനെ ഒരു ശവപ്പെട്ടിയിൽ വെച്ചു. ജോസഫ് അനേക വർഷങ്ങളായിട്ട് ഇവിടെ ജീവിച്ചുവെങ്കിലും ജോസഫ് അവരോട് പറയുകയാണ്, ദൈവം നിങ്ങളെ സന്ദർശിക്കുമ്പോൾ എൻ്റെ അസ്ഥികളോട് കൊണ്ടുപോകണം. എന്നെ ഇവിടെ അടക്കം ചെയ്യരുത്. എന്നെ ആ കനാൻ ദേശത്ത് കൊണ്ടുപോയി എൻ്റെ പിതാക്കന്മാരെ അടക്കിയ സ്ഥലത്ത് എന്നെ കൊണ്ട് അടക്കണം എന്ന് ജോസഫ് പറയുകയാണ്. പ്രിയ വിശ്വാസികളെ, വലിയൊരു പ്രത്യാശ, ആ പുനരുത്ഥാനത്തിൻ്റെ ആ പ്രത്യാശ ആണ് ഇവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. നമ്മെ ഈ ഭൂമിയിൽ അടക്കിയാലും കർത്താവിൻ്റെ വരവിങ്കൽ നമുക്ക് ഒരു ഉയർത്തെഴുന്നേൽപ്പ് ഉണ്ട്, ഒരു പുനരുത്ഥാനമുണ്ട് എന്നുള്ള സത്യത്തെ ഇവിടെ അറിയിക്കുകയാണ്.
വീണ്ടും നാം കാണുന്നത് അവൻ്റെ ശരീരം ഒരു ശവപ്പെട്ടിയിൽ വെച്ചു എന്ന് കാണാം. മിസ്രൈമിൽ ഒരു ശവപ്പെട്ടിയിൽ വെച്ചു. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്ന, അതുപോലെ തന്നെ എബ്രായ ലേഖനം 11 അധ്യായം 22 വാക്യത്തിലും ഇതേ കാര്യം തന്നെ ആവർത്തിച്ചിട്ടുണ്ട്. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത് ജോസഫിന് ഒരു ശവസംസ്കാരം ഇല്ല. അവനെ അടക്കിയതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുകയില്ല. നമുക്കറിയാം മിസ്രൈമിൽ ആ കാലത്തുമൊക്കെ ഈ സുഗന്ധവർഗമൊക്കെ ഇട്ട് അവർ അടക്കാതെ വെച്ചിരിക്കുന്ന സ്വഭാവം. അതുപോലെ തന്നെ ജോസഫിൻ്റെയും ശരീരം സുഗന്ധവർഗമൊക്കെ ഇട്ട് എംബാം ചെയ്ത് അവനെ ഒരു കോഫിൻ്റെ അകത്ത്, ഒരു ശവപ്പെട്ടിയിൽ വെച്ചിരിക്കുകയാണ്. അത് ഏതാണ്ട് 400 വർഷങ്ങളോളം അത് അവിടെ ഇരുന്നു. 400 വർഷങ്ങൾക്ക് ശേഷം അവർ മിസ്രൈമിൽ നിന്ന് പോകുമ്പോൾ തൻ്റെയും ആ ശരീരം കൊണ്ടുപോയി എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അപ്പോൾ അവനും അവൻ്റെ പ്രത്യാശ എന്ന് പറയുന്ന, അവൻ മിസ്രൈമിൽ വലിയ ഭരണാധികാരിയായിട്ട് ജീവിച്ചുവെങ്കിലും അവൻ്റെ പ്രത്യാശ എന്ന് പറയുന്നത് ആ വാഗ്ദത്ത ദേശത്ത് ആയിരുന്നു. ജോസഫ് എപ്പോഴും വാഗ്ദത്ത ദേശത്തെ പറ്റിയുള്ള ഒരിത്, എബ്രായ ലേഖനം 11 അധ്യായം നമുക്ക് ഒരു മ്യൂസിയം ഓഫ് ഫെയ്ത്ത്, വിശ്വാസികളുടെ ഒരു മ്യൂസിയം എന്ന് പറയുവാനായിട്ട് സാധിക്കും. ഇവിടെ വിശ്വാസത്തോടുകൂടെ ജോസഫ് മരിക്കുന്നു. ഇസ്രായേൽ മക്കളുടെ വീണ്ടെടുപ്പിനെ പറ്റി, ഇവിടെ നിന്ന് പുറപ്പെടുന്നതിനെ പറ്റി അവൻ വലിയൊരു അറിവ് അവർക്ക് കൊടുത്തിരിക്കുന്നു. ഇവിടെ നാം വലിയൊരു വിശ്വാസം, ഒരു ഫെയ്ത്ത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഇത് ഒരു വിശ്വാസമായിരുന്നു. കാരണം വലിയവനായ ദൈവത്തിൻ്റെ വാഗ്ദത്തത്തിൽ അവർ ആശ്രയിക്കണം. ദ ട്രസ്റ്റഡ് ഗോഡ്സ് പ്രോമിസ് ടു ഹിസ് പീപ്പിൾ. അവൻ്റെ ആൾക്കാർ അവൻ്റെ വാഗ്ദത്തത്തിൽ ആശ്രയിക്കണം. ഈ വിശ്വാസം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ മക്കൾ എവിടെയുള്ളവരാണ്? അവർ ഈ മിസ്രൈമിലുള്ളവരല്ല, അവർ കനാൻ ദേശത്തുള്ളവരാണ്, പ്രോമിസ് ലാൻഡിലുള്ളവരാണ് എന്ന് അറിയിക്കണം. മാത്രമല്ല ഈ വിശ്വാസം എന്ന് പറയുന്നത് ഭാവിയെ പറ്റിയുള്ള ഒരു കാഴ്ചപ്പാടോടുകൂടെ ഉള്ളത് ആയിരുന്നു. പ്രിയ വിശ്വാസികളെ, നമുക്ക് കാണുവാനായിട്ട് സാധിക്കും, ഇസ്രായേൽ മക്കളെ കൊണ്ട് അവൻ സത്യം ചെയ്തു. ആ സത്യം പുറപ്പാട് പുസ്തകം 13 അധ്യായം 19 വാക്യത്തിൽ അത് പൂർത്തീകരിക്കുന്നത് കാണാം. അനേക വർഷങ്ങൾ അത് പൂർത്തീകരിക്കേണ്ടതിന് വേണ്ടി എടുത്തു. 400 ചില്ലുവാനം വർഷങ്ങൾ എടുത്തു. ഈ സമയത്തൊക്കെ ഇസ്രായേൽ മക്കൾ ഈ ശവപ്പെട്ടി കാണുമ്പോൾ അവരുടെ മക്കളൊക്കെ ചോദിച്ചു കാണും എന്താണെന്ന്. ആ സമയത്ത് അവർ ജോസഫിനെ പറ്റിയും ജോസഫിൻ്റെ ആ പ്രത്യാശയെ പറ്റിയും ആ വാഗ്ദത്ത ദേശത്തെ പറ്റിയും ഉള്ളതായ വിവരണങ്ങൾ അത് മുഖാന്തരമായിട്ട് മക്കൾക്ക് കൊടുക്കുവാനായിട്ട് സാധിച്ചു. പ്രിയ വിശ്വാസികളെ, നാം മരിച്ചാലും നമ്മുടെ ജീവിതം, നമ്മുടെ ആ സാക്ഷ്യം അത് നാം ഈ ഭൂമിയിൽ ഇട്ടേച്ച് പോകുന്നവർ ആയിരിക്കണം. ജോസഫിൻ്റെ പ്രത്യാശ, ആ പ്രത്യാശ ജോസഫ് അവൻ്റെ സമൂഹത്തെ, ഇസ്രായേൽ മക്കളെ ഉത്തേജിപ്പിക്കുകയും ആ രീതിയിൽ അവരെ മുൻപോട്ട് കൊണ്ടുപോവുകയും പുനരുത്ഥാനത്തിൻ്റെ ആ വാഗ്ദത്ത നാട്ടിലേക്ക് പോകും എന്നുള്ളതിൻ്റെ ആ കാഴ്ചപ്പാട് ജോസഫിൻ്റെ ഈ സാക്ഷ്യത്തിൽ നിന്നും അവൻ്റെ അവസാനത്തെ ആഗ്രഹത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. പ്രിയ വിശ്വാസികളെ, ആ ആഗ്രഹത്തോടെ പുനരുത്ഥാനത്തിൻ്റെ ശക്തിക്ക് വേണ്ടി പുനരുത്ഥാന ദിവസം കർത്താവ് നമ്മളെ സന്ദർശിക്കുമ്പോൾ നാം പുനരുത്ഥാനത്തോടുകൂടെ ഉയർത്തെഴുന്നേൽപ്പിനോടുകൂടെ കർത്താവിനോട് കൂടെ പോകും. നമ്മുടെ സ്വർഗീയ കനാൻ നമുക്ക് വാഗ്ദത്ത ദേശമാണ്. ആ വാഗ്ദത്ത ദേശത്തിലേക്ക് നമുക്ക് ഒരുക്കുന്ന ആ ഭവനത്തിലേക്ക് നമ്മെ കൊണ്ടുപോകും
എന്നുള്ള ആ പ്രത്യാശയോടുകൂടെയാണ് ഈ ആരംഭ പുസ്തകമായിരിക്കുന്ന ഉൽപ്പത്തി പുസ്തകം അവസാനിക്കുന്നത്. പ്രിയ വിശ്വാസികളെ, ആ പ്രത്യാശയോടുകൂടെ നമ്മൾക്ക് ജീവിക്കുവാൻ വലിയവനായ ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. അവൻ്റെ വിലയേറിയ നാമം എന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ.